ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസണേറ്റ് ആകണം എന്നില്ല. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ റീഡിംഗ് കാണാൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി. ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? മൂൺ കാർഡാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. 5 of Swords, 10 of Pentacles, 7 of Pentacles, King of Pentacles, 2 of Cups. Page of Wands, 4 of Swords, 8 of Pentacles, Fool കാർഡും വന്നിട്ടുണ്ട്. മതി. Queen of Cupsൻ്റെ എനർജിയാണ് ഫോട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ മൂൺ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സൈക്കിക് എബിലിറ്റി വർദ്ധിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഇൻഡ്യൂഷൻസ് കൂടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ പ്രാർത്ഥനകൾ വേണമെന്നൊക്കെ നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടായിരിക്കാം. വേറെന്തിലും ഉപരി നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ കൂടുതലൊരു ആ ഒരു എനർജിയിൽ കൂടുതൽ നിങ്ങൾ അട്രാക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കാം. ഈ സമയം നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ കഴിവുകളെ പറ്റി, നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവറിനെ പറ്റി ഒക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ അടുത്ത കാലത്തായിട്ടുണ്ടായ എന്തോ ഒരു കാര്യം, ഒരു ഇൻഡ്യൂഷൻ പോലെ വന്ന ഒരു കാര്യം, നടന്ന എനർജിയാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഇന്നലത്തെ ദിവസമോ ഇന്നത്തെ ദിവസമോ ആ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ചിന്തിച്ചതോ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഗട്ട് ഫീലിംഗ് പോലെ വന്നതോ ആയിട്ടുള്ളൊരു കാര്യം, അത് ഈ സമയത്ത് അത് ആൾറെഡി അത് നടന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു കാര്യത്തിൽ അതിലൊരു കൺഫ്യൂഷനും ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഹൈ ആണ്. ഇത് നിങ്ങൾക്കൊരു ഗൈഡൻസിൻ്റെ പോലും, വേറൊരാളുടെ ഗൈഡൻസിൻ്റെ പോലും ആവശ്യമില്ല എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം മറ്റുള്ളവർ ഹൈഡ് ചെയ്തിരുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. ചിലപ്പോൾ ഇന്നലെ നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചപ്പോൾ അവർ മറച്ചു വെച്ചിരുന്ന കാര്യം അവരറിയാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും, ഇത് ഇവർ പറയുന്നത് കള്ളാണ്, ഇതാണ് സത്യം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു എനർജിയാണ്. ഹൈഡ് ചെയ്തിരുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയ ഒരു എനർജി. അത് ഇൻഡ്യൂഷൻ പോലെ നിങ്ങൾക്ക് കൃത്യമായിട്ടും കിട്ടിയിട്ടുണ്ടായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന്. അങ്ങനെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. 5 of Swordsൻ്റെ എനർജിയാണ്. നിങ്ങളെ തോൽപ്പിച്ച് കളഞ്ഞിടത്ത്, നിങ്ങളെ മാറ്റി നിർത്തിയ സ്ഥലത്ത് നിങ്ങൾക്കൊരു ശരിക്കും ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യണതെന്ന്. അപ്പോൾ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. അതൊരു ഡിവൈൻ ഗൈഡൻസ് ആണ്. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്, തളർന്നിരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ പോകേണ്ട വഴി കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പോകേണ്ട വഴി മാത്രമല്ല, അതിനുള്ള എല്ലാ ഹെൽപ്പും ചെയ്യുന്ന ഒരു ആളിനെ ചിലപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ സ്വപ്നത്തിലായിരിക്കാം നിങ്ങൾ എങ്ങനെ പോകണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കി തരുന്നത്. അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട്. ഒരു ഏഞ്ചൽ പോലെ നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം. ഇതൊക്കെ ഈ ഒരു ഇൻഡ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ സൈക്കിക് എബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. സ്പിരിച്വാലിറ്റിയെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ പാത്തിനെ കുറിച്ച് നിങ്ങൾക്കുണ്ടായിരുന്ന ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നൊരു സമയമാണ് ഈ ഒരു സമയം. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ടെങ്കിലും നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്.
മറ്റുള്ളവർ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, മറ്റുള്ളവർ നിങ്ങൾ പറയുന്നതൊക്കെ കറക്റ്റാണെന്ന് പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് സ്വയം വിശ്വാസം ഇല്ലാത്ത ഒരു എനർജി. ഇതിനകത്ത് ഒരു ബോട്ടം വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഒരു ഹീലറാണ്, ഒരു ലൈറ്റ് വർക്കറാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ലൈറ്റ് വർക്കറാണെന്ന് മറ്റുള്ളവർക്ക് അറിയാം, പക്ഷെ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങൾ അത് അത്ര അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് വിശ്വസിക്കണം. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ പറ്റും, നിങ്ങളൊരു ലൈറ്റ് വർക്കറാണ്. അപ്പോൾ ഈ ഒരു ഡിവൈനുമായിട്ട് നിങ്ങൾക്ക് ഒരു ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബന്ധമുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഈയിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ആ ഇൻഡ്യൂഷനെ വിശ്വസിക്കാനാണ് ഡിവൈൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് തരുന്നത്. 10 ഓഫ് പെൻറ്റക്കിൾസും 7 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. പിന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് കുറച്ച് ഓവർ വർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് കുറേയധികം ബിസി ആയിരിക്കാൻ സാധ്യതയുണ്ട്. അത് എന്ത് ജോലി ചെയ്യുന്ന ആൾക്കാരായാലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായാലും ഒരു ഓവർ വർക്ക് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാകാം. ഇന്നേ ദിവസം നിങ്ങൾ വളരെയധികം ബിസി ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ജോലി ചിലപ്പോൾ അവർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേറൊരാളിനെ വെക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകാം. പിന്നെ ഇതിൽ ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യത്തിലൂടെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന അത്രയും പൈസ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കാണുന്നത്. അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ മണി എനർജി വളരെ ഹൈ ആണ്. നിങ്ങളത് ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയം ബ്ലോക്കേജസ് ഒക്കെ മാറിയിട്ട് നിങ്ങളിലേക്ക് പൈസ വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ മണി ബ്ലോക്ക് ഉള്ളവർക്ക് പൈസ വരാൻ ശരിക്കും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ സമയം നിങ്ങൾക്ക് ആ ബ്ലോക്കേജസ് ഇല്ല എന്നാണ് കാണുന്നത്. ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള ആൾക്കാർ നിങ്ങളെ ഈ സമയം പൈസയുമായി നിങ്ങൾക്കൊരു അത്യാവശ്യം ഉണ്ടെങ്കിൽ സഹായിക്കും എന്നാണ് കാണുന്നത്. പിന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കേണ്ട ഒരു എനർജിയും വരും, കാരണം 10 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ പെൻറ്റക്കിൾസിൻ്റെ എനർജി ഇവിടെ ഹൈ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത്. അപ്പം നിങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട്. അത് ഇന്ന് ചെയ്യുന്നത് ഇന്ന് കിട്ടണമെന്നില്ല, പക്ഷേ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്ക് ശരിക്കും ഒരു ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത്. അപ്പം ഇന്നേ ദിവസം ബിസിനസ്സുകാർക്ക് വളരെ നല്ല ദിവസമായിരിക്കും. റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്നേ ദിവസം ബിസിനസ് നടക്കും. പിന്നെ ഷെയർ മാർക്കറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് ഇന്നേ ദിവസം നിങ്ങൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും എന്നാണ് കാണുന്നത്. പിന്നെ ട്രേഡിംഗ് പോലെയുള്ള കാര്യങ്ങൾക്കും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെന്ന് ഇന്ന് കിട്ടും എന്നാണ്. ഇന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണം എന്നല്ല, ഇന്ന് നിങ്ങൾക്ക് പാസ്റ്റിൽ ചെയ്ത കാര്യത്തിൽ നിന്നും ട്രേഡിങ്ങിനോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. 2 കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇതൊരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്ന ആൾക്കാർ, നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറോ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് നിങ്ങൾ അതിൽ തന്നെ സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കുണ്ടായിരുന്നത്, അതിൽ നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയിട്ടും നിങ്ങൾക്കതൊന്ന് മാറിപ്പോകാൻ പറ്റാതെ വളരെയധികം വിഷമിച്ചിരുന്ന ആൾക്കാർക്ക് ഒരു ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത്. നിങ്ങൾ അതിനകത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതിന്ന് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് കിട്ടുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ കർമ്മ തീരുന്നതായിരിക്കാം, ഈ വ്യക്തിയുമായിട്ടുള്ള പാസ്റ്റ് ലൈഫിലെ ഒരു ബാഡ് കർമ്മ തീരുന്നതായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചത്. അപ്പോൾ ഒന്നുകിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഈ ജന്മത്തിൽ നിങ്ങളുടെ കടം തീരുന്ന് അവർ നിങ്ങളെ വിട്ടിട്ട് പോകുന്ന ഒരു എനർജി ആയിരിക്കും കേട്ടോ. ഇത് നിങ്ങൾക്ക് നല്ലതിനാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളിപ്പോഴും പെയിൻ അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാർക്കാണ് അത് നിങ്ങൾ ആ ഒരു കർമ്മ തീർന്ന് ആ വ്യക്തി പോകുന്നത്. ചില ആൾക്കാർക്ക് ഇപ്പോൾ നമ്മളുടെ ആ ബാഡ് കർമ്മ തീരുമ്പോൾ ചിലപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് നല്ലതാകാനും സാധ്യതയുണ്ട്. അതിലെ കുറേയധികം ആൾക്കാർ ഇൻവോൾവ്ഡ് ആയ ഒരു റിലേഷൻഷിപ്പാണ്. കാരണം നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് വന്ന സമയത്ത് ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളിലുള്ള ആ ഒരു ആൾക്കാരെല്ലാം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ആ ഒരു
ആ ഒരു കർമ്മത്തിൻ്റെ കണക്ക് ഈ എല്ലാവരും കൂടി ഒരുമിച്ച് തീർക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ചിലപ്പോൾ അയാൾക്ക് വേറെ തേർഡ് പാർട്ടീസും കുറേ റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. എന്തായാലും ഒന്നുകിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞു മാറുന്നു എന്നാണ് കാണുന്നത്. പിന്നെ പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു നിങ്ങൾ വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മെയിൽ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്നേ ദിവസം ഒരു ജോബ് ഓഫർ വരാൻ സാധ്യതയുണ്ട്. വളരെ സ്പീഡിലുള്ള ഒരു എനർജിയാണ് ഇന്നേ ദിവസം. നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് സ്റ്റക്ക് ആയിരുന്നതൊക്കെ മാറിയിട്ട് ആ ബ്ലോക്ക് മാറി വളരെ സ്പീഡാകുന്നു എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കുറേ പെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന വർക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾ ഇന്നേ ദിവസം ചെയ്ത് തീർക്കാനുള്ള ഒരു എനർജി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. 4 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ മൂൺ കാർഡിൻ്റെ കൂടെ ഈ 4 ഓഫ് സോഡ്സ് വന്നപ്പോൾ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ എത്രമാത്രം ഹൈ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് എനർജിയെ പേടിച്ചിരുന്ന ആൾക്കാർ ഒരുപാടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരാരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റിവിറ്റി അവരുടെ നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് വന്നു എന്ന് വിചാരിച്ച് ഭയപ്പെട്ടിരുന്ന ആൾക്കാർക്കുള്ളൊരു മെസ്സേജാണ്. നിങ്ങൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ പെട്ടെന്ന് ആർക്കും നിങ്ങളിലേക്ക് ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, ഓൾറെഡി നിങ്ങൾക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങൾ എപ്പോഴാണോ വിഷമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓറ ഒട്ടും ബലമില്ലാതെ ഇരിക്കുന്നത്, ആ സമയത്താണ് നിങ്ങളിലേക്ക് നെഗറ്റിവിറ്റി വരുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മളുടെ ഓറ ക്ലെൻസ് ചെയ്ത് വയ്ക്കുക, വളരെ പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക ശ്രമിക്കുക മാക്സിമം. അപ്പോൾ എന്ത് തന്നെ വിഷയങ്ങളുണ്ടെങ്കിലും നമ്മൾ പോസിറ്റീവായിട്ട് ഇരുന്നാൽ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള എൻറ്റിറ്റീസിന് നമ്മളെ ആ ഓറയിലോട്ട് വരാൻ പറ്റൂല. അതെപ്പോഴും മനസ്സിലാക്കണം. പിന്നെ എത്ര സ്പിരിച്വൽ ഹൈ ആയിട്ടുള്ള ആൾക്കാരും നമ്മളുടെ ഫിസിക്കൽ ബോഡി എന്ന് പറയുന്നത് അത്രയും സ്ട്രെങ്ത് ഉണ്ടാകണമെന്നില്ല. അത് ചിലപ്പോൾ ഹൈ ആകുന്തോറും നമ്മളുടെ ബോഡി ചിലപ്പോൾ ശരിക്കും സെൻസിറ്റീവ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു അസുഖങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. എക്സർസൈസ് ചെയ്യുക, വെള്ളം കുടിക്കുക. ചിലപ്പോൾ പെട്ടെന്ന് അസുഖങ്ങൾ വരുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. എന്തെങ്കിലും പകർച്ചവ്യാധികളൊക്കെ പെട്ടെന്ന് മറ്റൊരാളിന് ജലദോഷമൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം മറ്റുള്ളവർക്ക് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയെ നിങ്ങളൊന്ന് കെയർ ചെയ്യണം എന്നുള്ളതാണ്. വെള്ളം കുടിക്കുക, എക്സർസൈസ് ചെയ്യുക, യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക, പ്രാണായാമം ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ ഉറപ്പുവരുത്തണം എന്നാണ് കാണുന്നത്. 8 ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കുറച്ചധികം ഓവർ വർക്ക് ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ ഓവർ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം. കാരണം ഇന്ന് നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ ഫുൾ കാർഡാണ്. അപ്പോൾ എല്ലാം പുതിയതായിട്ട് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് പഴയ കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഒരു വർക്കൊക്കെ തീർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രഷായിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഒരു പുതിയ തുടക്കമുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എല്ലാ ദിവസവും പുതിയ തുടക്കമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ആ തുടക്കം വേണോ വേണ്ടയോ എന്ന് നമ്മളാണ് നിശ്ചയിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഹാർട്ട് ചക്രയാണ്. അപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര ശരിക്കും ഹീലായിട്ടുണ്ടായിരിക്കും ഈ സമയം. അപ്പോൾ ശരിക്കും ഇതിനകത്തൊരു ലവ് എനർജി നിറയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ ഒരുപാട് സ്നേഹിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സ്നേഹമൊന്നും വലിയ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നില്ല. നമ്മൾ സ്വയം സ്നേഹിക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് ഹാർട്ട് ചക്രയുമായി ബന്ധപ്പെട്ട ഹീലിംഗ് ആവശ്യമുള്ള ആൾക്കാർക്ക് അത് ഹീൽ ചെയ്യണം എന്നാണ് കാണുന്നത് കേട്ടോ. ഹാർട്ട് ചക്ര ഹീൽ ചെയ്യേണ്ട ആൾക്കാർ, ഇപ്പോഴും പെയിനിലിരിക്കുന്ന ആൾക്കാർ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യണം. നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ യൂട്യൂബിൽ തന്നെ നോക്കിയാൽ മതി. ചക്ര മെഡിറ്റേഷൻ അടിക്കുമ്പം യൂട്യൂബിൽ ചക്ര മെഡിറ്റേഷൻ വരും. അപ്പോൾ നമ്മൾ ഹാർട്ട് ചക്രയിൽ എത്തുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഫോക്കസ്ഡ് ആകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യാതെ നിങ്ങൾക്ക് ഒരു പുതിയ ബന്ധങ്ങൾ നല്ലത് വരാൻ സാധ്യതയില്ല കേട്ടോ. വീണ്ടും ആ പഴയ പാറ്റേൺ തന്നെ
വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുക. കുറേയധികം ആൾക്കാർക്ക് ആ ഹീലിംഗ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അങ്ങനെ വേണ്ടിയുള്ളവർ ഇനിയും ഉണ്ടായിരിക്കാം. ഡിസെപ്ഷൻ ആൻഡ് എൻവിയാണ് നിങ്ങളോട് ഒരു വൈരാഗ്യമുള്ള, നിങ്ങളോട് ശത്രുത പുലർത്തുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് കാണുന്നത്. ഇപ്പോഴും അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കാം. കാരണം ഒരു മാസ്ക് വെച്ച് പെരുമാറുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഇത് പാസ്റ്റ് എനർജി ആയിരിക്കാം കേട്ടോ. അവരെ നിങ്ങൾ മനസ്സിലാക്കി ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ വളർച്ചയിൽ അസൂയുള്ള ആൾക്കാർ, നിങ്ങളുടെ സന്തോഷത്തിൽ അസൂയുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ സമയം നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അവർ ഒരു മാസ്ക് ആണ് ഉപയോഗിക്കുന്നത്, സത്യസന്ധത ഉള്ള ആൾക്കാരല്ല എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ സന്തോഷത്തിൽ അവർക്ക് അസഹിഷ്ണുത ഉണ്ടായിരിക്കാം. നിങ്ങളുടെ വളർച്ചയിൽ അവർക്ക് അസൂയ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പുറത്ത് പറയാതിരിക്കുക. നിങ്ങൾക്ക് വരുന്ന നന്മകളൊക്കെയും അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാനിങ്സ് ഒന്നും തന്നെ നിങ്ങൾ പുറത്ത് പറയരുത്, എല്ലാവരോടും പറയരുത്. അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഒരുപോലെ നല്ല വൈബ്രേഷനുള്ള ആൾക്കാരായിരിക്കില്ല. നമ്മളോടൊരു അസൂയുള്ള ആൾക്കാരാണ് ഇത് കേട്ടോണ്ടിരിക്കണമെങ്കിൽ അപ്പം തന്നെ അവരുടെ ആ ഒരു എനർജി നെഗറ്റീവ് ആവും. ആ നെഗറ്റീവ് എനർജി നമ്മളുടെ പ്ലാനിങ്ങുകളെ ബാധിക്കും എന്നുള്ളതാണ്. പിന്നെ ആ പ്ലാനിങ്ങായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അത് അപ്പം തന്നെ ബ്രേക്ക് ആവും. കാരണം എപ്പോഴും നെഗറ്റീവ് എനർജിക്ക് വൈബ്രേഷൻ ഹൈ ആണ്, അതും മനസ്സിലാക്കുക. ചില ആൾക്കാർക്കും അത് അവരുടെ തോട്ട്സിനും ഹൈ വൈബ്രേഷനാണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും തന്നെ നിങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യാതിരിക്കുക. ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കാതെ വരും. അതാണ് സേക്രൽ ചക്രയാണ്. നിങ്ങളുടെ സേക്രൽ ചക്ര ആക്റ്റീവ് ആകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സേക്രൽ ചക്ര ആക്റ്റീവായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ മണി ബ്ലോക്സ് ഒക്കെ മാറും. അപ്പോൾ ഈ സമയം നിങ്ങൾ കുറേയധികം ആൾക്കാരും ഇത് ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം, ചക്ര മെഡിറ്റേഷൻ ചെയ്യണം. പലപ്പോഴും ഞാനത് പറയാറുണ്ട്. അതുകൊണ്ട് കുറേയധികം ആൾക്കാർ ചെയ്യുന്നുണ്ടെന്നും അറിയാം. പക്ഷേ മുടക്കി വെച്ചിട്ടുള്ള ആൾക്കാർ ആരൊക്കെയോ ഇതിനകത്തുണ്ട് എന്നാണ്. നിങ്ങൾ ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് സ്റ്റോപ്പാക്കിയ ആൾക്കാരുണ്ടായിരിക്കും. ഈ സമയം നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യണം. നിങ്ങളുടെ ആ സ്വാധിഷ്ഠാനത്തിൽ ചിലപ്പോൾ ബ്ലോക്കേജസ് വന്നിട്ടുണ്ടായിരിക്കാം. ആ ബ്ലോക്കേജസ് മാറണമെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്ത് അത് ആക്റ്റീവ് ആക്കിയാൽ മാത്രമേ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ മണി ബ്ലോക്കേജസ് ഒക്കെ മാറണമെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു കാര്യം ചെയ്യണം. അത് വിട്ട് കളയരുത്. ഫേം ഫൗണ്ടേഷനാണ്. ഇതും നിങ്ങളുടെ മൂലാധാരവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇതിനകത്തുള്ള മെസ്സേജ്, ചക്ര മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നിട്ട് നിർത്തിയ ആൾക്കാർ കുറേ ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പോൾ അവർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിന് അത് വളരെ നല്ലതാണ്. നിങ്ങളുടെ പ്രോസ്പെറിറ്റിക്ക് അത് നല്ലതാണ്. അപ്പോൾ അത് മറക്കാതിരിക്കുക. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഈ ഒരു കാര്യം നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വളരെ വലിയ ഒരു അടിസ്ഥാനമാണ് എന്നാണ് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് മറക്കാതിരിക്കുക, വിട്ടുകളയാതിരിക്കുക. ഒരു 20 മിനിറ്റ് സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് ചെയ്യുക. ഒരു 21 ഡേയ്സ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ തന്നെ നിങ്ങളുടെ ആ ബ്ലോക്കേജസ് ഒക്കെ മാറുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അത് ചെയ്യുക. സഫറിങ് ഇൻ സൈലൻസ് ആണ്. അപ്പോൾ ഇതൊരു മെഡിറ്റേഷൻ്റെ കാർഡാണ്. ഇതൊരു ഹെർമിറ്റാണ്. അപ്പോൾ ഒറ്റയ്ക്കിരിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാരോ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോ ഉണ്ട് എന്നുള്ളതാണ്. മെഡിറ്റേറ്റ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഒരു മെസ്സേജായിട്ട് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. താങ്ക് യു. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.